അമേരിക്കയിൽ നിന്ന് പണം അയക്കുന്ന ഇന്ത്യക്കാർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാട്ടിലേക്ക് പണം അയക്കുന്നതിന് US സെനറ്റ് നികുതി കുറച്ചു. നേരത്തെ 3.5% 1% കുറച്ചു. ഇത് NRIകൾക്കും മറ്റ് കുടിയേറ്റക്കാർക്കും വലിയ ആശ്വാസമാകും. ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന നിയമത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റം. സെനറ്റിൽ ഇത് 51-49 എന്ന നേരിയ ഭൂരിപക്ഷത്തിലാണ് പാസ്സായത്. ഈ നിയമത്തിൽ പലതവണ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആദ്യം എല്ലാ വിദേശ പൗരന്മാരും നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ 5% നികുതി ഈടാക്കാനായിരുന്നു തീരുമാനം. പിന്നീട് ഇത് 3.5% കുറച്ചു. ഇപ്പോൾ സെനറ്റ് അത് വീണ്ടും 1% കുറച്ചിരിക്കുകയാണ്. US പൗരത്വം ഇല്ലാത്തവർക്കാണ് ഈ നികുതി ബാധകം. H1B വിസയിൽ ജോലി ചെയ്യുന്നവർ, ഗ്രീൻ കാർഡ് ഉടമകൾ, വിദ്യാർത്ഥികൾ, മറ്റു താൽക്കാലിക താമസക്കാർ എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടും. എന്നാൽ US പൗരന്മാർക്ക് ഈ നികുതി ബാധകമല്ല. പലതരം പണമിടപാടുകൾക്ക് നികുതി ഇളവുണ്ട്. സാധാരണ ബാങ്ക് വഴി പണം അയച്ചാൽ നികുതിയില്ല. പണം നേരിട്ട് നൽകി അയക്കുന്നതിനും മണി ഓർഡറുകൾക്കും കാഷ്യേഴ്സ് ചെക്കുകൾക്കും മാത്രമാണ് 1% നികുതി ഈടാക്കുക. US ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നോ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ചോ പണം അയച്ചാൽ നികുതി നൽകേണ്ടതില്ല. അതിനാൽ സാധാരണയായി ബാങ്കുകൾ വഴിയും മറ്റ് പണമിടപാട് സ്ഥാപനങ്ങൾ വഴിയും പണം അയക്കുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാകും. ഗ്രാൻഡ് തോണ്ടൻ ഭാരതിലെ US ടാക്സ് പാർട്ണറായ ലോയ്ഡ്സ് പിന്റോ പറഞ്ഞത്, അമേരിക്കയിലെ NRIകൾക്ക് ഇത് വലിയ ആശ്വാസമാകും. കാരണം US ബാങ്കുകളിലെ അക്കൗണ്ടുകൾ വഴിയോ US-ൽ ഇഷ്യൂ ചെയ്ത ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ വഴിയോ പണം അയച്ചാൽ ഈ നികുതി അവർക്ക് ബാധകമാകില്ല എന്നാണ്. 2026 ജനുവരി 1 മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അതിനാൽ ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇതിനനുസരിച്ച് തയ്യാറെടുക്കാം. ഈ നിയമം നേരത്തെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് പാസാക്കിയിരുന്നു. ഈ നികുതി കുറച്ചത് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന് വലിയ നേട്ടമാണ്. 2023 കണക്കനുസരിച്ച് 2.9 മില്യൺ ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ താമസിക്കുന്നത്. ഇത് അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ വിദേശി സമൂഹമാണ്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പണം അയക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഇന്ത്യക്കാരാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലേക്ക് വന്ന പണത്തിന്റെ 27.7% അമേരിക്കയിൽ നിന്നാണ്. ഏകദേശം $32 ബില്യൺ വരും ഇത്. 2016-17 ഇത് 22.9% അതിൽ നിന്ന് വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 2024 ഇന്ത്യക്ക് റെക്കോർഡ് തുകയായ $129.1 ബില്യൺ റെമിറ്റൻസസ് ആയി ലഭിച്ചു. ഒരു വർഷം ഒരു രാജ്യം നേടുന്ന ഏറ്റവും വലിയ തുകയാണിത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ പണം വരുന്നത് അമേരിക്ക, UK, സിംഗപ്പൂർ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. 2023-24 ഇന്ത്യയിലേക്ക് വന്ന പണത്തിന്റെ പകുതിയിലധികം ഈ രാജ്യങ്ങളിൽ നിന്നാണ്. ഈ റെമിറ്റൻസ് നികുതി കൊണ്ടുവരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. അതിർത്തി സുരക്ഷയും പ്രതിരോധ ചെലവുകളും ഇതിൽപ്പെടും. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്നത് 940 പേജുള്ള ഒരു വലിയ നിയമമാണ്. ഇതിൽ ഏകദേശം $3.8 ട്രില്യൺ നികുതി ഇളവുകളും ചിലവുകൾ കുറയ്ക്കുന്നതുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഈ നിയമത്തിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ നികുതി ഇളവുകൾ സ്ഥിരമാക്കും. ടിപ്സുകളിൽ നിന്നും ഓവർ ടൈം പേയിൽ നിന്നുമുള്ള നികുതി ഒഴിവാക്കും. കുട്ടികൾക്കുള്ള നികുതി ഇളവ് $2,000 നിന്ന് $2,200 ഉയർത്തും. ട്രംപിന്റെ അതിർത്തി സുരക്ഷയ്ക്കും രാജ്യ സുരക്ഷയ്ക്കുമായി $350 ബില്യൺ നൽകും. നികുതി നിരക്ക് കുറച്ചെങ്കിലും ചില ആശങ്കകൾ ബാക്കിയുണ്ട്. കൂടുതൽ ആളുകളും ബാങ്ക് വഴിയും കാർഡ് വഴിയും ഒക്കെ പണം അയക്കുന്നതിനാൽ ഈ നികുതിയിലൂടെ സർക്കാരിന് കാര്യമായ വരുമാനം ലഭിക്കാനിടയില്ല. ഏതെല്ലാം പണമിടപാടുകൾക്ക് നികുതി ഈടാക്കുമെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതിനാൽ ഇത് പാലിക്കാൻ ബുദ്ധിമുട്ടായേക്കും. നികുതി ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ പണം അയക്കാൻ ശ്രമിച്ചേക്കാം. 2023 ആഗോളതലത്തിൽ ഏകദേശം $656 ബില്യൺ റെമിറ്റൻസ് ആയി ലഭിച്ചു. ഇന്ത്യ, മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ US നിന്നുള്ള പണത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നികുതി നിരക്ക് കൂട്ടിയാൽ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ അത് ബാധിക്കും. നികുതി 1% കുറച്ചതും പല പണമിടപാടുകൾക്കും നികുതി ഇളവ് നൽകിയതും നല്ല കാര്യമാണ്. ഇത് സർക്കാരിന്റെ വരുമാനം കൂട്ടാനും പണമയക്കുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും സഹായിക്കും. സെനറ്റ് റെമിറ്റൻസ് നികുതി 3.5% നിന്ന് 1% കുറച്ചതിലൂടെ അമേരിക്കയിലെ NRIകൾക്കും മറ്റ് കുടിയേറ്റക്കാർക്കും വലിയ ആശ്വാസമാണ്. ഇന്ത്യയിലെ റെമിറ്റൻസ് ഇക്കോസിസ്റ്റത്തിൽ 73.5% ഡിജിറ്റൽ പണമിടപാടുകളാണ് നടക്കുന്നത്. ബാങ്ക് വഴിയും കാർഡ് വഴിയുമുള്ള പണമിടപാടുകൾക്ക് നികുതിയില്ലാത്തതിനാൽ സാധാരണക്കാർക്ക് ഇത് ഉപകാരപ്രദമാകും. ഈ നിയമം സർക്കാരിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും ആധുനിക പണമിടപാടുകൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജൂലൈ 4 നിയമം പാസാക്കാനുള്ള അവസാന തീയതി. ഇന്ത്യയിൽ നിന്നുള്ള പണമിടപാടുകൾക്ക് ഈ നിയമം തടസ്സമുണ്ടാക്കില്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അവരുടെ കുടുംബം പോറ്റാൻ റെമിറ്റൻസിനെ ആശ്രയിക്കുന്നുണ്ട്. അവർക്ക് ഈ നിയമം വലിയ ആശ്വാസമാകും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.